toast for the faculties of the day. Ladies and gentlemen. ശാസ്ത്രീയ സെമിനാറാണ്, സയന്റിഫിക് സെമിനാറാണ് ആലപ്പുഴയിൽ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായ ശാഖകളിലൂടെ ചികിത്സാ രീതികൾ നടക്കുന്നു. ഞാനതിൻ്റെ വശങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ പറയാനുള്ള പ്രാപ്തിയുള്ള ഒരാളല്ല. ആരിഫിനെ നല്ലവണ്ണം ആ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് 1000 നാക്കാണ് പറയാനുണ്ടാവുക. നമുക്ക് രോഗം എന്നുള്ളത് മനുഷ്യനെ എല്ലാ കാലത്തും ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടൊരു കാര്യമാണ്. രോഗത്തിൽ നിന്ന് എങ്ങനെ മുക്തി നേടാൻ പറ്റും എന്നുള്ളത് പഴയ കാലത്ത് തന്നെ മനുഷ്യർ നോക്കുകയും സംവിധാനവും സ്ഥാപനവും ഉടലെടുക്കുന്ന തരത്തിലേക്ക് ഇന്ന് നേരത്തെ CA മാലിക് പറഞ്ഞതുപോലെ ആയുഷിന്റെ ഭാഗമായിട്ട് ഇന്നത് വരികയും ഇപ്പോൾ അങ്ങേറ്റം അശാസ്ത്രീയമാണ്. എങ്ങനെയാണ് സദസ്യത്ത് ലൈക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ പണ്ട് എൻ്റെ നാട്ടിലൊരു ഹോമിയോ ആശുപത്രി ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം പേരിട്ടിരുന്നത് സിമി ആയിരുന്നു. പിന്നാണ് സിമിലിബസ് എന്നത് ഇത് വർഷങ്ങൾക്ക് ശേഷം അന്നത് ഈ ഗൂഗിളൊന്നും നോക്കാൻ അതിനകത്ത് സിമിലിയ എന്നുള്ളത് എന്ത് വാക്കാണ്. അദ്ദേഹത്തിന്റെ മകളുടെ പേരാണെന്നൊക്കെ ചിലരൊക്കെ പറയുകയായിരുന്നു. ഡോക്ടർ രാജേന്ദ്രൻ ഇപ്പോഴും ഉണ്ട്, ബന്ധമൊക്കെ അവരുടെ സ്ഥാപനം ഉണ്ടായിരുന്നു. ഇത് സിമിലിയ എന്ന് പറയുന്നത് എനിക്കറിയാൻ പെൺപിള്ളാരുടെ പേരായിരിക്കും എന്ന തരത്തിലാണ് അന്നെല്ലാം കണക്കാക്കിയത്. വർഷങ്ങൾക്ക് ശേഷമാണിത് ഇതിന്റെ ഒരു തത്വം ആണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് എല്ലാം. ഇത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ആ സംവിധാനത്തെ ഏറ്റവും ഗൗരവതരമായി കാണുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും ഹോമിയോപ്പതി എന്ന വിഭാഗത്തെ ഒരു ശാസ്ത്ര മേഖലയെ ഒരു ആരോഗ്യ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കുകയും നമ്മുടെ കേരളത്തിൽ ആരോഗ്യരംഗത്ത് ഹോമിയോ ക്ലിനിക്കുകളും ഡിസ്പെൻസറികളുമെല്ലാം അതിന്റെ ഭാഗമായി രൂപം കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ലോകത്ത് പലയിടങ്ങളിൽ നിന്നിട്ട് ഇതിനെ എല്ലാം ഏറ്റവും മോശപ്പെട്ടതാണെന്നെല്ലാം പറയുന്നിടത്ത് ആ രീതി ഉള്ള ഒരു സമീപനമല്ല കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചത്. പലവിധങ്ങളായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത് പ്രയോജനം ലഭ്യമാകുന്നുള്ള അവരുടെയൊക്കെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതുകൊണ്ട് തന്നെ ഒരു ചികിത്സാ രീതിയായി ആധുനിക ചികിത്സാ രീതികളിൽ പെട്ട ഒന്നായിട്ട് ഒരു രണ്ടു നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് നിന്നിട്ടാണ് ഇത്തരം സംവിധാനം ലോകത്തിനിൽ അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും ഇന്നും ആധുനികമായ ഒരു ചികിത്സാ രീതിയുടെ പട്ടികയിലേക്ക് വന്ന് ആ ചികിത്സാ രീതി നാട്ടിലെല്ലാം അത് ഇന്ന് പ്രായോഗിക തലത്തിലേക്ക് എത്തുന്നുണ്ട്. ഗവൺമെന്റിന്റെ രീതിയിലും ഉള്ള ഇടപെടൽ ഈ ശാസ്ത്രശാഖയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഹോമിയോ ഡിസ്പെൻസറികളും മറ്റും രൂപം കൊള്ളുന്നതിലേക്ക് എത്തിയതും വലിയ ചെലവില്ലാത്ത തരത്തിൽ മനുഷ്യനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ശാഖ എന്നും നമുക്കതിനെ കണക്കിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സാധാരണ മനുഷ്യർക്ക് വലിയൊരു ആശ്വാസവും സഹായവും എല്ലാമാണ്. എല്ലായിടത്തും ഇപ്പോൾ ചോദിക്കുന്ന ഒരു വലിയ പ്രശ്നം പാർശ്വഫലത്തെ കുറിച്ചാണ്. പലതിൻ്റെയും ഭാഗമായിട്ട് മറ്റ് രോഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു അപകടകരമായ സ്ഥിതിവിശേഷം. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? മരുന്ന് കഴിച്ചാൽ രോഗം മാറുകയും പുതിയൊരു രോഗത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പാർശ്വഫലങ്ങൾ എന്ന് പറയുന്നത്. പാർശ്വഫലങ്ങൾ സദ്ഫലങ്ങളാണോ അതോ ദോഷപ്പെട്ട ഫലങ്ങളാണോ? ദോഷപ്പെട്ട ഫലങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫലങ്ങൾ കൂടി അതിന്റെ ഭാഗമായി വരുമ്പോൾ മരുന്ന് എന്നത് രോഗത്തിന്റെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ രോഗം മാറ്റുന്നതിന് മാത്രമല്ല എന്നും ശരീരത്തിന് ദോഷകരമാവുന്നത് കൂടി എത്തുന്നുവെന്നും വരികയാണ്. അത് ഒരു വല്ലാത്ത പ്രതിസന്ധിയും പ്രയാസങ്ങളും പാർശ്വഫലങ്ങൾ ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ ഗുണപരമല്ലാത്ത തരത്തിലൊരു പാർശ്വഫലം എന്ന് പറഞ്ഞാൽ
ദോഷകരമായ തന്നെ IHKയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കൊച്ചുറാണി വർഗീസ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങളോട് സംസാരിച്ച ആദരണീയനായ മുൻ MP CAM ആരിഫ്, IHKയുടെ സംസ്ഥാന ഭാരവാഹികൾ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, For agriculture under the government of Kerala, he was able to lead many environmental related protests such as agitation against the Arampula International Airport project in Pathanamthitta. He also played a leading role in Plachimada Coca-Cola struggles. He was able to give a new face to the anti-sand mining movement of the coastal area of Aratupura and Trikunapura in Alapura district. And also he has participated in very environmental activists and also taken part in the environmental protection struggles of Medha Patkar and Vandana Shiva, and was an active volunteer in Narmada Bachao Andolan. Dear doctors, here we have, and let's put our hands together to welcome the Honorable Minister for Agriculture under the government of Kerala, Shri P. Prasad. Moving back to doing the honors. The scientific seminar in the Adyasha, IHKയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ കൊച്ചുറാണി വർഗീസ്. എനിക്ക് ഏറെ സന്തോഷവും നന്ദിയും തോന്നുന്നുണ്ട്. സംഘടന തുടങ്ങിയ കാലം മുതൽ ഈ പിന്നെ ഞാൻ ഉറപ്പിച്ചൊരു കുറ്റബോധം പറയാനാക്കി, സർക്കാർ മെഡിക്കൽ കോളേജുകളിലെല്ലാം അല്ലെ സർക്കാർ ആശുപത്രികളിലെല്ലാം മോശമാണ് എന്നൊരു വസ്തുത പരത്തുന്നതിൽ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരും ചെറിയ പങ്ക് വഹിക്കുന്നു. അത് നമുക്കൊരു പാലക്കാട് മെഡിക്കൽ കോളേജിൽ പോയാൽ അവിടെ മുമ്പിൽ 2-3 This is Akshaya AS from GHMC Trivandrum. ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ബഹുമാനപ്പെട്ട MP ശ്രീ KC വേണുഗോപാൽ, കീനോട്ട് അഡ്രസ് നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ പ്രദീപ് കുമാർ. Let's all give a huge round of applause for this. We are inaugurating the debate club with the release of the logo. MP-മാരാണ്. അവര് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള മെമ്മോറാണ്ടമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും സംഘടനയ്ക്ക് മുതൽക്കൂട്ടാവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓരോ പ്രോഗ്രാമുകളിലും സമയമില്ല എങ്കിലും സമയം കണ്ടെത്തി വന്ന് അവര് നമ്മളോടൊപ്പം വന്ന് പങ്കുചേരുന്നതിന് ആദ്യം തന്നെ ഞാൻ അവരോട് നന്ദി പറയുകയാണ്. ഈ പ്രോഗ്രാമിൽ തന്നെ സംഘടന Shri KC Venugopal. Sir, we also have a token of gratitude presented to you on behalf of IHK. ഇതിപ്പോ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരില്ലാത്തതുണ്ട്, ഗവൺമെന്റ് ഡോക്ടർമാരും ഉണ്ട്. രണ്ടുപേരുണ്ട്. രണ്ടുപേരും രണ്ട് ദിശയിലല്ലേ പോകുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോൾ ഹോമിയോപ്പതി ആയാലും അലോപ്പതി ആയാലും അവർ കച്ചവട താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ നിൽക്കുന്നു എന്നത് പറയേണ്ടി വരുന്നു നിർഭാഗ്യവശാൽ. ഞാൻ വിമർശനപരമായിട്ടല്ല പറയുന്നത്, വിമർശനപരമായിട്ടാണ് സൂചിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. ഈ കച്ചവട താല്പര്യം വേണം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ സ്ഥാപനം ലാഭകരമാക്കാൻ കാരണം അത്രയും വെൽ മാനേജാ. 2 മെഡിസിൻ മതി പുള്ളിക്ക്. എനിക്ക്